നമ്മളിപ്പോൾ നമ്മുടെ ഹോട്ടലിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ താമസിക്കാനുള്ള റൂം എവിടെയാണ്, ഫുഡ് തൊട്ടപ്പുറത്താണ്. അപ്പോൾ എൻ്റെ റിസപ്ഷനിലാണ് മരിയ ഇവിടെ ഇരുന്ന് തുള്ളിച്ചാടുന്നുണ്ട്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. പോവാം, റൂമിൽ പോവാം. ഓക്കെ. ഗുഡ് മോർണിംഗ്. പാലക്കാടിൻ്റെ ഒരു പ്രഭാതം. അതായത് രാവിലെ നമ്മൾ റൂമിൽ നിന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങുവാണ്. ഇന്നലെ ഫോണിൻ്റെ ഒരു ചാർജർ വാങ്ങിയിട്ട് അത് സെറ്റാവുന്നില്ല, അപ്പോൾ അതൊന്ന് തിരിച്ചു കൊടുക്കണം. പിന്നെ ഇതൊരു ചെറിയൊരു ടൗണാണ്. നമ്മൾ ഇന്നലെ രാത്രിയല്ല കണ്ടത്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൗൺ കാണാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ആളുകളൊക്കെ എണീറ്റ് വണ്ടികളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. പാലക്കാട് ടൗൺ, പാലക്കാട് നഗരസഭ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രി. നമ്മുടെ മൊബൈൽ ഷോപ്പ് തുറന്നിട്ടില്ല, കുറച്ച് കഴിയേണ്ടി വരും. അങ്ങനെ നമ്മൾ പാലക്കാട് ടൗണിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് കൽപ്പാത്തി ഗ്രാമത്തിലേക്ക്. കൽപ്പാത്തി ഗ്രാമത്തിൽ അവിടെ പോയി നമുക്ക് പാലക്കാടിൻ്റെ തനതായ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. ഓക്കെ, ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടുത്തെ പ്രകൃതി ഭംഗിക്കും കണ്ട് കൊല്ലങ്കോട് പോകണം. കൊല്ലങ്കോട് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ടൈം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ സ്പെഷ്യലായിട്ട് രാമേശ്വരം ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ? രാമേശ്വരം ഇഡ്ഡലി അങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് രാമേശ്വരം ഇഡ്ഡലി ട്രൈ ചെയ്യാം. പിന്നെ എന്തോ ചമ്മന്തിപ്പൊടി അങ്ങനെ എന്തോ സംഭവിക്കാണ് സ്പെഷ്യൽ. പഴയൊരു ടൗൺ പോലെ അല്ലേ? ആ, പഴയ ടൗണ് പിന്നെ കുറച്ചും കൂടി ഇതായിരിക്കും, എന്താന്ന് പറഞ്ഞാൽ വളർച്ചയുടെ ചെറിയൊരു ഭാഗങ്ങളായിട്ടേ. നമ്മളപ്പോൾ കൽപ്പാത്തിയിലെത്തിയിട്ട് കൽപ്പാത്തി ഗ്രാമത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൽപ്പാത്തി ഗ്രാമത്തിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമത്തിലൊരു ക്ഷേത്രമാണ്. അവിടെ ഉത്സവ സമയത്ത് രഥമൊക്കെ ഉപയോഗിച്ച് ആ നാടിൻ്റെ തനതായ രീതിയിലുള്ള ഉത്സവം കാണാറുണ്ട് എന്നാണ് അവർ പറയാറ്.